LG 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഡെഡാണ്. ഓക്കെ, അപ്പോൾ ഇത് ടി വി ഓൺ ചെയ്യുമ്പോൾ പവർ സപ്ലൈ സൈഡിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ശബ്ദം എന്തൊന്ന് കേൾപ്പിച്ചരുത്. ഇപ്പോൾ ടി വി ഓൺ ചെയ്തിട്ടുണ്ട്. സംഭവം പവർ സപ്ലൈയിൽ മോഡ്യൂളാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ ഒരു ശബ്ദം കേൾക്കുന്നത് കേട്ടില്ലേ? ഈ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. ഇത് പവർ സപ്ലൈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ HOT ഷോർട്ട് ആയിരുന്നുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മോഡ്യൂൾ വെച്ചിരിക്കുകയാണ്. മോഡ്യൂൾ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പവർ സപ്ലൈ റെഡിയാക്കാൻ പറ്റാതാകുമ്പോൾ, അതായത് ബോർഡിലുള്ള പവർ സപ്ലൈ റെഡിയാക്കാൻ പറ്റാതാകുമ്പോൾ വേറൊരു പവർ സപ്ലൈ വാങ്ങിച്ച് വയ്ക്കും പോലെയാണ് സംഭവം. അത്രയേ ഉള്ളൂ ചുരുക്കം. ഏതായാലും ഈ പവർ സപ്ലൈ മോഡ്യൂൾ ഞാൻ റിമൂവ് ചെയ്തിട്ട് ഈ ബോർഡിലുള്ള പവർ സപ്ലൈ തന്നെ റെഡിയാക്കി വെക്കാൻ ഞാൻ ശ്രമിക്കും. ഏതായാലും റെഡിയാവും നോക്കാം. ഇപ്പോൾ HOT ഷോർട്ട് ചെക്ക് ചെയ്യുകയാണ്. കണ്ടില്ലേ, റെഡ് ലൈറ്റ് കത്തുന്നുണ്ട് മീറ്ററിൽ. HOT ഷോർട്ടായിരിക്കുകയാണ് സംഭവം. അപ്പോൾ ഈ HOT മാറ്റണം. HOT എങ്ങനെ ഷോർട്ടായെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പം പവർ സപ്ലൈ വല്ല ഹൈ കയറി വന്നാലോ അതുകൊണ്ട് വല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ LOTയുടെ കണ്ടില്ലേ, HTയുടെ വയർ വന്നിട്ട് നല്ലോണം പൊടിയൊക്കെ അടിച്ച് അഴുക്ക് കയറി ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി ഇരുന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലീക്കാവും. ആ ലീക്ക് കൂടി കഴിഞ്ഞാൽ ഇതേപോലെ HOT അടിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഏതായാലും ഇത് മൊത്തം ക്ലീൻ ചെയ്യണം. LOT ക്ലീൻ ചെയ്തിട്ട് HOT വേറെ ഇടണം. എന്നിട്ട് മോഡ്യൂൾ ഇളക്കി മാറ്റി ഇതിൻ്റെ STR ഇട്ടിട്ട് നോക്കണം. അപ്പോൾ ഇതാ മോഡ്യൂൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം ഒക്ടോ കപ്ലറും 2 കപ്പാസിറ്ററിൻ്റെയും കാലൊക്കെ ഇളക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മോഡ്യൂൾ ഏതായാലും നല്ലതാണ്, നല്ല മോഡ്യൂളാണ്. അപ്പോൾ ഞാൻ ഇത് ഇളക്കി അങ്ങ് എടുക്കുകയാണ്. ചില ടി വിയിൽ മോഡ്യൂൾ വയ്ക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതെനിക്ക് അറിഞ്ഞുകൂടാ പവർ സപ്ലൈ റെഡിയാക്കാൻ. ചില LGയിൽ പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ടൈപ്പ് LGയിൽ എന്തായാലും റെഡിയാക്കാൻ എനിക്കറിയാം. അപ്പോൾ ഇതാണ് ഇതിലിടേണ്ട ഒറിജിനൽ STR W6754. അതാണ് STRൻ്റെ നമ്പർ. അപ്പോൾ ഇതിനൊക്കെ ഓരോ നമ്പരും കാര്യങ്ങളുണ്ട്. തെറ്റിച്ചിട്ട് വർക്ക് ആവത്തില്ല. ഫീസ് അടിക്കുന്ന കംപ്ലൈൻറ്റും ചിലപ്പം വരും. അപ്പോൾ കറക്റ്റായിട്ട് STR ഹീറ്റ് സിങ്കിൽ തന്നെ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്ത് അടച്ച് വയ്ക്കണം. പവർ സപ്ലൈയിൽ എല്ലാ കമ്പോണൻസും കറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇളക്കി നിർത്തിയതെന്ന് എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ HOT ഇളക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഷോർട്ടായ HOT ആണ്. ഇപ്പോൾ വലിയ കപ്പാസിറ്റർ ഇളക്കി എടുത്തിരുന്ന ചെറിയ 2 കപ്പാസിറ്റർ ഒക്ടോ കപ്ലർ എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു കപ്പാസിറ്റർ മാത്രം മാറ്റി, അത് 1 MFൻ്റെ 50 വോൾട്ട് 63 വോൾട്ട് എന്താണ് അത് മാത്രം വേറെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഇതിലുള്ളത് തന്നെ ഇട്ടത്. ഇനി ടി വി ഓൺ ചെയ്ത് നോക്കാം. ടി വി ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലേ പവർ LED വന്നിട്ട് കത്തിയിട്ടുണ്ട്. കത്തി നിൽക്കുന്നത്. ഇനി അടുത്ത് ചെയ്യാനുള്ളതെന്ന് പവർ സപ്ലൈ ഔട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഔട്ട് കറക്റ്റായിട്ടുള്ള നോർമൽ വോൾട്ടേജ് ആണോ വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ ബോർഡിലുള്ള ഒരു നോർമൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഒരു 115-നകത്ത് വരണം. 110-ന് 115-നകത്ത് വരണം. ഓക്കെ, അപ്പോൾ അതിൽ കൂടിക്കഴിഞ്ഞാൽ 118 പോയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 112 വരുന്നുണ്ട്. കറക്റ്റ് നോർമൽ വോൾട്ടേജാണ്, പക്ക വോൾട്ടേജാണ്, വേറെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ 118-ലും മുകളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, HT കൂടും. പിന്നെ 110-നും താഴെയായി 100-നും താഴെയായ പ്രശ്നമാണ്. ഓക്സിലേഷൻ ചിലപ്പം ചെയ്യൂല. ഇനി ചെയ്താൽ തന്നെയും ഈ സൈഡൊന്നും നിറയില്ല. അപ്പോൾ മിനിമം ഒരു 107 വേണം. 107 ഇല്ലെങ്കിൽ സൈഡൊന്നും നിറയില്ല. അപ്പോൾ ഇത് പഴയ മോഡ്യൂളാണ്, വർക്കിംഗ് ആണ്. അപ്പോൾ എന്തായാലും എടുത്ത് മാറ്റി വെച്ചേക്കാം, വേറെ ഏതെങ്കിലും ബോർഡിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നോർമൽ വോൾട്ടേജ് തന്നെയാണ്, വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ വേറെ HOT ഇട്ടിട്ടുണ്ട്. LOTയുടെ വയർ HT വയർ നല്ലോണം മണ്ണെണ്ണൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബോർഡിനടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ടി വി ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം കണ്ടല്ലേ കറക്റ്റായിട്ട് ബ്ലൂ ബാക്കും ഗ്രീൻസും എല്ലാം വന്നിട്ടുണ്ട്. വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിലുള്ള പവർ സപ്ലൈ തന്നെയാണ് റെഡിയാക്കി വെച്ചത്, മോഡ്യൂൾ ഊരി കളഞ്ഞിട്ട്. ഇതിലുള്ള മോഡ്യൂളാണ്. ഇതിലൊന്ന് മാറ്റിയ ഒരു കപ്പാസിറ്ററും പിന്നെ അത് HOT ആണ്, അത് ഷോർട്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.